ഹലോ, എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ, ന്യൂ ഇയർ ആശംസകൾ. മുൻപേറെ പറഞ്ഞതാണ്, ജനുവരി ആകുന്നേ ഉള്ളൂ, എന്നാലും വേറെ പറഞ്ഞു. ഇപ്പോൾ യൂട്യൂബിൽ കുറച്ച് നാളുകളായിട്ട് കുറേ താത്തമാർ വന്നിട്ടുണ്ട്. കുറേ താത്തമാരെന്ന് പറഞ്ഞാൽ ഈ മലപ്പുറം താത്തമാർ. അവർ ഒരു ലേഡി ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞത് കണ്ട്, വീഡിയോ ചെയ്യണ കണ്ട് ആ ലേഡീനെ കുറ്റം പറഞ്ഞ് വന്നതാണ് ഈ താത്തമാരെല്ലാവരും. അപ്പോൾ ആ ലേഡി വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഈ താത്തമാരുടെ ഈ തള്ളിക്കയറ്റമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ലേഡി വന്നതിന് ശേഷമാണ് ഈ താത്തമാരൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ ആ ലേഡീനെ എടുത്തിട്ട് ചാമ്പണത്. അപ്പം ഈ പർദ്ദയിട്ട് ഹിജാബിട്ട് വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ കുറ്റങ്ങൾ പറയാണ്. എന്ത് നേട്ടം ഇവർക്ക് കിട്ടണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ പർദ്ദ എന്ന് പറയുന്ന സാധനം, ഹിജാബ്, അതൊക്കെ മറ്റുള്ളവരെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇത് ഇട്ടുകൊണ്ട് ഈ പെണ്ണുങ്ങളൊക്കെ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. സ്വർണ്ണക്കടയിൽ കയറി മോഷ്ടിക്കുന്നുണ്ട്, തുണിക്കടയിൽ കയറി മോഷ്ടിക്കുന്നുണ്ട്, മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ കയറി മോഷ്ടിക്കുന്നുണ്ട്. എവിടെ നിന്നൊക്കെ കാട്ടെടുക്കാൻ പറ്റും അതൊക്കെ ചെയ്യും ഈ പർദ്ദ ഹിജാബ് ഇട്ടുണ്ട്. ആരും തിരിച്ചറിയില്ലല്ലോ, ആരാണെന്നും അറിയില്ലല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന താത്താമാർ ഈ മലപ്പുറത്തുള്ള താത്താമാരാണ്. അതാണ് ഇവിടെ കാണുന്നൊരു പ്രവണത. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് ആ ലേഡീനെ കുറ്റം പറഞ്ഞ് അങ്ങനെ അവരുടെ ഉച്ചിഷ്ടം അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ താത്തമാർ, ഈ മലപ്പുറത്തുള്ള താത്തമാർ. ഞാൻ മലപ്പുറത്തുള്ള താത്തമാരെന്ന് പ്രത്യേകം ഞാൻ പറയും. കാരണം ആ ഭാഗത്തു നിന്നാണ് കൂടുതൽ ഇവിടെ താത്താമാർ വന്ന് കിടന്നിട്ട് ഈ അർമാദിക്കണത്. നമ്മൾ ഒരാളെ കുറ്റങ്ങൾ പറയുമ്പോൾ ആ ആളുടെ ഒരു 10 പ്രാവശ്യം ആ ആളെ കുറ്റം പറയുമ്പോൾ ആ ആളുടെ കുറ്റങ്ങളെല്ലാം തീർന്നു പോകും. ആ ആൾ എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇനി എത്ര വലിയ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതെല്ലാം ആ ആളുടെ കുറ്റങ്ങൾ അവിടെ തീർന്നു പോകും. ഈ പറയുന്നവരുടെ കുറ്റങ്ങളും അതിൻ്റെ ഇരട്ടിയാവും. അത് ഈ പറയുന്നവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ ലേഡീനെ അങ്ങനെ ഇരുന്ന് കുറ്റം പറഞ്ഞ് ഇങ്ങനെ അവരുടെ ഉച്ചിഷ്ടം തിന്ന് ഇങ്ങനെ നടക്കാണ് കുറേ മലപ്പുറം താത്തമാർ. ഈ യൂട്യൂബിൽ വന്നതുകൊണ്ട് കാണിക്കുന്നതാണ്. ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഒരു വേദിയായിട്ട് മാറിയേക്കാണ് യൂട്യൂബ്. കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിരുന്ന് എടുത്തിട്ട് അലക്കുക, അത് മറ്റുള്ളവരെ ഏറ്റുപിടിച്ച് വലിയ പ്രശ്നങ്ങളാക്കുക, പ്രശ്നങ്ങളാകുമ്പോൾ കൈയും കാലിട്ട് അടിക്കുക. ഇതൊക്കെയാണ് ഇവിടെ കണ്ടുവരുന്ന പ്രവണതകൾ, കാര്യങ്ങളൊക്കെ. എന്ത് കിട്ടിയിട്ടാണ് ഇവർക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. നമ്മൾ ഈ പർദ്ദയും ഹിജാബൊക്കെ ഇട്ട് നടക്കുന്ന ഈ പെണ്ണുങ്ങളുടെ ഈ പേക്കൂത്തുകളും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുള്ള ഈ അർമാദിക്കലും ഒക്കെ കണ്ട് മടുത്തു. സത്യം പറയാൻ മടുത്തു. യൂട്യൂബ് തുറന്ന് ഓൺ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുന്നതാണിതൊക്കെ. എങ്ങനെ പറയാതിരിക്കും? പർദ്ദ എന്ന ഡ്രസ്സിനോടല്ല എനിക്ക് വിരോധം, അത് ഇട്ടുകൊണ്ട് ഈ പെണ്ണുങ്ങൾ കാണിക്കുന്ന ആ പേക്കൂത്തുകളോടാണ്. ഇപ്പം ഈ അടുത്തിടെ ആ പേക്കൂത്തുകളോടാണ് എനിക്ക് വിരോധം. ഇപ്പം ഈ അടുത്തിടെ ഒരു ഉസ്താദ് പറഞ്ഞു, ഒരു ഉസ്താദ് ഈ മുസ്ലിം സ്ത്രീകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. വീഡിയോ കണ്ടവർക്കൊക്കെ അത് മനസ്സിലായി കാണും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഈ മലപ്പുറത്തുള്ള താത്താമാർ. എനിക്ക് തോന്നുന്നു മറ്റുള്ള ഭാഗത്തുള്ള ഈ മുസ്ലിം സ്ത്രീകളെ കൊണ്ട് അത്രയും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ മലപ്പുറത്തുള്ള താത്താമാരെന്ന് പറഞ്ഞാൽ മൂരികളാണ്. ആരോ പണ്ട് അവരെ മൂരികളെന്ന് വിളിച്ചിരുന്നു. ആ മൂരി താത്താമാരുടെ സ്വഭാവമാണ് ഇപ്പോഴും അവർ കാണിക്കുന്നത്. മൂരികൾ എന്നുള്ള പേര് ശരിക്കും അവർക്ക് ചേരും. ആരാണ് അവരങ്ങനെ വിളിച്ചതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്, മൂരികൾ എന്ന്. അപ്പോൾ അതേ സ്വഭാവമാണ് ഇപ്പോൾ അവർ ഈ യൂട്യൂബിൽ വന്നിരുന്ന് കാണിക്കേണ്ടത്. എന്തതിനൊക്കെ പറയുക. അപ്പോൾ ശരി, ഞാനിപ്പോൾ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങിയതാണ്. ജോലിക്ക് പോണ സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അതിനിടയ്ക്ക് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ സമയമില്ല. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.